നമസ്കാരം. ജനഭൂമിയിലേക്ക് സ്വാഗതം. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പ് കഴിഞ്ഞു. ഇനി മെയ് 4-ന് നമുക്ക് ഫലം അറിയാം. അതുവരെ കൂട്ടലും കിഴിക്കലുമായി മുന്നണികളും രാഷ്ട്രീയ പാർട്ടികളും ദിനരാത്രങ്ങൾ ചെലവിടുകയാണ്. എന്നാൽ മറ്റൊരു കൂട്ടർ വേറെ ചില ചരടുവലികളുമായിട്ട് കർട്ടന് പിന്നിൽ സജീവമാണ്. ആ കൂട്ടരുടെ ലക്ഷ്യം കേരളത്തിലെ മുഖ്യമന്ത്രി കസേരയാണ്. തെറ്റിദ്ധരിക്കേണ്ട, രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കളല്ല ഈ ചരടുവലിയുമായിട്ട് രംഗത്തുള്ളത്. നമുക്കറിയാം, UDFന് അനുകൂലമായ ഒരു സാഹചര്യമുണ്ടെന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നു. കാരണം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തൊട്ടു മുമ്പ് നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും മുൻതൂക്കം UDFനായിരുന്നു, കോൺഗ്രസ്സിനായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഭരണമാറ്റം ജനം പ്രതീക്ഷിക്കുന്നു. മാത്രമല്ല, 10 വർഷത്തെ തുടർച്ചയായ LDFൻ്റെ ഭരണം ജനങ്ങളിൽ അതൃപ്തി ഉളവാക്കിയിരിക്കുന്നു എന്നും ഒരു റിപ്പോർട്ടുണ്ട്. അങ്ങനെ ഒരു ഭരണവിരുദ്ധ വികാരം ചെറുതായിട്ടെങ്കിലും കേരളത്തിൽ അലയടിക്കുന്നുണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഇതെല്ലാം കൂടി കണക്കിലെടുക്കുമ്പോൾ ഒരു ഭരണമാറ്റം സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയെങ്കിൽ പ്രതിപക്ഷത്തിരിക്കുന്ന UDFന് തന്നെയാണ് അതിന് ഏറ്റവും കൂടുതൽ അനുകൂലമായ സാഹചര്യം ഉരുത്തിരിഞ്ഞ് വന്നിരിക്കുന്നത്. BJP ഒരു ശക്തമായ മൂന്നാം ബദലായി രംഗത്തുണ്ടെങ്കിലും ഒരു ഭരിക്കാനാവശ്യമായ ഭൂരിപക്ഷം BJPക്ക് അല്ലെങ്കിൽ BJP നേതൃത്വം നൽകുന്ന മുന്നണിക്ക് നേടാൻ കഴിയുമോ എന്ന ചോദ്യം പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ UDF ഏതാണ്ട് ഭരിക്കാൻ വരും എന്നൊരു സൂചന നമുക്കെല്ലാവർക്കും കിട്ടിക്കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ UDFൽ നിന്ന് ആരായിരിക്കും മുഖ്യമന്ത്രി ആവുക? ചർച്ചകൾ വളരെ കൂലങ്കഷമായി പുരോഗമിക്കുന്നുണ്ട്. അതായത് UDFനെ നയിക്കുന്ന കോൺഗ്രസിൽ നിന്ന് തന്നെയായിരിക്കും മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ തർക്കമില്ല. ആ കോൺഗ്രസിൽ നിന്ന് ആരാകും മുഖ്യമന്ത്രി എന്ന ചോദ്യമാണ് ഉയരുന്നത്. വളരെ സീനിയറായ, പരിണിതപ്രജ്ഞരായ, അനുഭവ സമ്പത്തുള്ള നേതാക്കൾ കോൺഗ്രസ്സിന് നിരവധിയുണ്ട്. രമേശ് ചെന്നിത്തലയും കെ സുധാകരൻ മത്സരിച്ചിട്ടില്ലെങ്കിൽ പോലും സുധാകരനും VD സതീശനും മുരളീധരനും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഒന്നും മോശക്കാരല്ല. ഇവരെല്ലാം പല കാലങ്ങളിലായിട്ട് ജയിച്ച് നിയമസഭയിലെത്തി അധികാര സ്ഥാനങ്ങളിലൊക്കെ വന്നവരാണ്. മന്ത്രിമാരായിരുന്ന് കഴിവ് തെളിയിച്ചവരാണ്. അവരുടെ രാഷ്ട്രീയത്തോട് നമുക്ക് യോജിക്കുകയോ വിയോജിക്കുകയോ ചെയ്യാം. പക്ഷേ ഈ വ്യക്തികളാരും തന്നെ മോശക്കാരാണ് എന്ന് പറയാൻ കഴിയില്ല. ഭരണ മികവില്ലാത്തവരാണ് എന്ന് പറയാൻ കഴിയില്ല. ഇതിൽ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന VD സതീശൻ മാത്രമാണ് മന്ത്രിയായി ആ പദവി വഹിക്കാതിരിക്കുന്ന ആൾ. അതൊരു കുറവാണ് എന്നെനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിനും നന്നായി കേരളം ഭരിക്കാൻ കഴിഞ്ഞേക്കും. എന്നാൽ ഈ കോൺഗ്രസിൽ നിന്ന് ആര് മുഖ്യമന്ത്രിയാകും? ഭൈമി കാമുകന്മാരുടെ എണ്ണം വളരെ കൂടുതലാണ്. കോൺഗ്രസ് പൊതുവെ അങ്ങനെയാണ് എല്ലായ്പ്പോഴും. കോൺഗ്രസ് ഒരു ആൾക്കൂട്ടമാണ് എന്ന് പറഞ്ഞാൽ തെറ്റില്ല. CPMനെ പോലെയോ BJPയോ പോലെയോ സുസംഘടിതമായ സംഘടനാ സംവിധാനം കോൺഗ്രസ്സിന് ഒരു കാലത്തും അവകാശപ്പെടാൻ കഴിയില്ല. നേതാക്കളുടെ മികവിൽ മുന്നോട്ട് പോകുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. പ്രത്യേകിച്ചും നെഹ്റു കുടുംബത്തിൻ്റെ പാരമ്പര്യം ഒഴിച്ചു നിർത്തിയാൽ, മാറ്റി നിർത്തിയാൽ കോൺഗ്രസ് ഒരു പക്ഷേ ഛിന്ന ഭിന്നമായി പോയേക്കാം. ഇന്ത്യയിൽ കോൺഗ്രസ്സിനെ കേരളത്തിൽ ഉൾപ്പെടെ നിലനിർത്താൻ ആവശ്യമായ ജീവവായു, പ്രാണവായു കൊടുക്കുന്നത് ഈ നെഹ്റു കുടുംബം എന്ന ആ ഒരു പാരമ്പര്യമാണ്, ആ സങ്കല്പമാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ആരായിരിക്കും കേരളത്തിൻ്റെ അടുത്ത മുഖ്യമന്ത്രി? കോൺഗ്രസ്സിലെ ഏത് നേതാവാണ് കേരളത്തിൽ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാൻ പോകുന്നത്? ഇതായിരുന്നല്ലോ നമ്മുടെ ചോദ്യം. വളരെ കൃത്യമായിട്ട് ഈ ചോദ്യത്തിന് നമുക്ക് ഉത്തരം പറയാൻ കഴിയില്ല. എന്നാൽ കർട്ടന് പുറകിൽ നടക്കുന്ന ചില ചരടുവലികളെക്കുറിച്ച് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. അതായത് നമ്മുടെ കോൺഗ്രസിൻ്റെ പരമോന്നത നേതാവ് രാഹുൽ ഗാന്ധി കേരളത്തിൽ പ്രചാരണ പ്രവർത്തനങ്ങൾ
വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു വരി, അത് വരികൾക്കിടയിൽ വായിച്ചെടുക്കേണ്ട ഒരുപാട് അർത്ഥതലങ്ങളെ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നതാണ്. മറ്റൊന്നുമല്ല, അദ്ദേഹം പറഞ്ഞു, കേരളത്തിൽ ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടാകണം എന്നതാണ് എൻ്റെ സ്വപ്നം. എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി ഇങ്ങനെ പറഞ്ഞു? അങ്ങനെ ഒരു വനിതാ മുഖ്യമന്ത്രിയെ നിയോഗിക്കാൻ തക്കവണ്ണം ശേഷിയുള്ള ഒരു വനിതാ നേതാവിനെ കേരളത്തിൽ കോൺഗ്രസ് മത്സരിപ്പിച്ചിട്ടുണ്ടോ? ഈ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് കോൺഗ്രസ്സുകാർ തന്നെയാണ്. വളരെ കൃത്യമായി പുറത്തുനിന്ന് നിരീക്ഷിക്കുന്ന ഒരു രാഷ്ട്രീയ നിരീക്ഷകനോ ഒരു മാധ്യമപ്രവർത്തകനോ ഒക്കെ പറയാൻ കഴിയും, കോൺഗ്രസ്സിന് ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടാവുക അത്ര എളുപ്പമല്ല എന്ന്. കാരണം ഈ പറഞ്ഞതുപോലെ ഒരു മികച്ച KR ഗൗരിയമ്മയെപ്പോലെ അല്ലെങ്കിൽ ആ തരത്തിൽ പണ്ട് കോൺഗ്രസ്സിലും അത്തരത്തിലുള്ള നല്ല നേതാക്കൾ ഉണ്ടായിരുന്നു. ഞാൻ എല്ലാവരുടെയും പേര് പറഞ്ഞ് സമയം വെറുതെ പാഴാക്കുന്നില്ല. അങ്ങനെയുള്ള ഒരു മികച്ച നേതാവിനെ ഇക്കാലത്ത്, ഈ വർത്തമാനകാലത്ത് കോൺഗ്രസ്സിന് മുന്നിൽ വയ്ക്കാൻ കഴിയില്ല എന്നുള്ളത് പച്ച പരമാർത്ഥമാണ്, എല്ലാവർക്കും അറിയുന്ന സത്യവുമാണ്. ഇത് തിരിച്ചറിയാത്ത ഒരാളല്ല രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധിക്ക് തീർച്ചയായിട്ടും ഒരു സ്വപ്നമുണ്ടായിരിക്കും, അക്കാര്യത്തിൽ നമുക്ക് എതിരൊന്നും പറയാനില്ല. അദ്ദേഹം കേരളത്തിൽ ഒരു വനിതാ മുഖ്യമന്ത്രിയെ സ്വപ്നം കാണുന്നു എന്ന് പറയുമ്പോൾ കോൺഗ്രസിൻ്റെ പരമോന്നത നേതാവ് എന്ന നിലയ്ക്ക് നമുക്കത് തീർച്ചയായിട്ടും അതിനെ വളരെ ഗൗരവത്തിൽ തന്നെ പരിഗണിക്കേണ്ടതുണ്ട്. പക്ഷേ സ്ഥിതി നേരെ മറിച്ചാണ്. കേരളത്തിൽ നിന്ന് അത്തരത്തിൽ ഒരു വനിതാ നേതാവിനെ മുന്നോട്ട് വയ്ക്കാൻ ഒരു പേരും പറയാനില്ല. അപ്പോൾ പിന്നെ എന്താണ് രാഹുൽ ഗാന്ധി ഇങ്ങനെ ഉദ്ദേശിച്ചത്? വളരെ കൃത്യമാണ്. കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി ആരായിരിക്കണം എന്ന് തീരുമാനിക്കുന്ന ചില ആൾക്കാർ രാഹുലിനെ സ്വാധീനിച്ചിരിക്കുന്നു എന്നാണ് അതിൻ്റെ ഉത്തരം. അവരുടെ ആ സ്വാധീനത്തിൻ്റെ ഫലമായിട്ടാണ് രാഹുൽ ഗാന്ധി ഇങ്ങനെയൊരു സ്വപ്നം കേരളത്തിലെ വോട്ടർമാരോട് പങ്കുവച്ചത്. അതായത് വളരെ മുൻകൂട്ടി വോട്ടെടുപ്പ് നടക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം സൂചന നൽകിയിരിക്കുന്നു, കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ കുപ്പായം തയ്പ്പിച്ചു വച്ചിരിക്കുന്ന, മുഖ്യമന്ത്രി കസേര സ്വപ്നം കണ്ട് കഴിയുന്ന, ഊണിലും ഉറക്കത്തിലും മുഖ്യമന്ത്രി പദത്തിലേറണം എന്ന് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന നേതാക്കളെ നിങ്ങളെല്ലാവരും പിന്തള്ളപ്പെടും. നിങ്ങൾക്കാർക്കും തന്നെ ആ പദവിയിൽ എത്തിപ്പെടാൻ സാധിക്കില്ല. അവിടേക്ക് കോൺഗ്രസിൻ്റെ ആ അധികാര കേന്ദ്രം, ഹൈക്കമാൻഡ് എന്ന് പറയുന്ന ആ അധികാര കേന്ദ്രം ഒരു സൂചന തന്നിരിക്കുന്നു, മുന്നറിയിപ്പ് തന്നിരിക്കുന്നു, കേരളത്തിൽ ഒരു വനിതാ മുഖ്യമന്ത്രിക്കുള്ള സാധ്യതയുണ്ട് എന്ന്. കേരളത്തിൽ ഇന്ന് ഉള്ളതിൽ ഏറ്റവും സീനിയറായ നേതാവ് രമേശ് ചെന്നിത്തലയാണ്. രമേശ് ചെന്നിത്തല KPCC പ്രസിഡൻ്റായിരുന്ന ആളാണ്. നേരത്തെ ആഭ്യന്തരമന്ത്രിയായി മികച്ച പ്രകടനം കാഴ്ചവെച്ച ആളുമാണ്. തീർച്ചയായും അദ്ദേഹത്തിന് മുഖ്യമന്ത്രി പദത്തിന് അവകാശവാദം ഉന്നയിക്കാം, ഒരു തെറ്റുമില്ല. വളരെ ചെറുപ്പത്തിലെ മന്ത്രിയായും പിന്നീട് MP-യായും ഒക്കെ കഴിവ് തെളിയിച്ച, കേരള രാഷ്ട്രീയത്തിൽ നന്നായി പയറ്റിത്തെളിഞ്ഞ ഒരു നേതാവ് തന്നെയാണ് രമേശ് ചെന്നിത്തല. ഇക്കുറി ഒരു സാധ്യത പരിഗണിക്കപ്പെടുമ്പോൾ തീർച്ചയായിട്ടും രമേശ് ചെന്നിത്തലയ്ക്ക് വലിയ സാധ്യതയുണ്ട്. അദ്ദേഹത്തെ അത്ര എളുപ്പത്തിൽ ആർക്കും എഴുതിത്തള്ളാൻ കഴിയില്ല. ഇന്ന് കേരളത്തിൻ്റെ ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് KC വേണുഗോപാലാണെങ്കിൽ കൂടി അദ്ദേഹത്തിനും രമേശ് ചെന്നിത്തലയെ അത്ര പെട്ടെന്നൊന്നും വെട്ടി ഒതുക്കാൻ കഴിയില്ല. കരുത്തനാണ് രമേശ് ചെന്നിത്തല. കേരള രാഷ്ട്രീയത്തിൻ്റെ ചൂടും ചൂരും നല്ലവണ്ണം അറിഞ്ഞ ആളുമാണ്. ചുഴലികളും മലരികളും നന്നായി അറിയുന്ന ഒരു നേതാവ് കൂടിയാണ് രമേശ് ചെന്നിത്തല. അദ്ദേഹത്തെ ആരും കളി പഠിപ്പിക്കേണ്ട. കൃത്യമായി തുറുപ്പ് ചീട്ട് ഇറക്കാൻ അറിയുന്നയാളാണ് രമേശ് ചെന്നിത്തല. ആ രമേശ് ചെന്നിത്തലയെ വെട്ടാനുള്ള ഏക മാർഗം ഇതാണ്. അതായത് ഒരു വനിതാ മുഖ്യമന്ത്രി കേരളത്തിന് വേണം. ഇത് കേവലം കോൺഗ്രസ്സുകാരുടെ ബുദ്ധിയിൽ ഉദിച്ചതാണ് എന്നെനിക്ക് തോന്നുന്നില്ല. നമുക്കറിയാം, സമീപഭാവിയിൽ, അതായത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം കഴിഞ്ഞ് ഈ പ്രത്യേകിച്ചും തദ്ദേശ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നതിന് ശേഷം ഒളിഞ്ഞും തെളിഞ്ഞും കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ചും UDF രാഷ്ട്രീയത്തിൽ ക്രിസ്ത്യൻ സഭകളുടെ നേതൃത്വം ഇടപെടുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ്. നമ്മളൊക്കെ പൊതുവെ പറയാറുണ്ട്, കേരളത്തിൻ്റെ
കോൺഗ്രസ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് പാണക്കാട് തറവാട്ടിലാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. ആ പറച്ചിൽ മാറ്റി പറയേണ്ടി വന്നിരിക്കുന്നു എന്നാണ് ലഭിക്കുന്ന സൂചന. അതായത് പാണക്കാട് തങ്ങൾക്കപ്പുറത്തേക്ക്, അതായത് മുസ്ലിം ലീഗ് ഒരു പ്രബല ഘടകകക്ഷിയാണ്. ആ ഘടകകക്ഷിക്ക് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കോൺഗ്രസിൻ്റെ ഏത് നേതാവായിരിക്കണം എന്ന് പറയുന്നതിൽ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം അവർ വിനിയോഗിക്കാറുമുണ്ട്. പക്ഷേ അതിന് അപ്പുറത്തേക്ക് ചില സ്വാധീനങ്ങൾ വന്നിരിക്കുന്നു. അത് മറ്റെങ്ങു നിന്നുമല്ല, സഭാ നേതൃത്വത്തിൽ നിന്നാണ് എന്ന് ഞാൻ കരുതുന്നു. അതായത് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആകണ്ട എന്ന് ആർക്കൊക്കെയോ താല്പര്യമുണ്ട്. അവരുടെ ആ താല്പര്യത്തിൻ്റെ ഫലമായിട്ടാണ് രാഹുൽ ഗാന്ധി കേരളത്തിൽ ഒരു വനിതാ മുഖ്യമന്ത്രിയെ ഞാൻ സ്വപ്നം കാണുന്നു എന്ന ഒരു ആശയം മുന്നോട്ട് വെച്ചത്. അതൊരു വെറും ഒരു പെട്ടെന്നുണ്ടായ ആവേശത്തിൽ പറഞ്ഞ ഒരു ആശയമല്ല. അതിൻ്റെ പുറകിൽ കൃത്യമായ ചരടുവലികളുണ്ട്. രമേശ് ചെന്നിത്തല സൂക്ഷിച്ചു കൊള്ളുക. അങ്ങയുടെ സ്വപ്നങ്ങൾക്ക്, ആ സ്വപ്നങ്ങളുടെ കടക്കൽ കത്തി വെച്ചുകൊണ്ട്, കോടാലി വെച്ചുകൊണ്ട് ആരൊക്കെയോ കർട്ടന് പുറകിലിരുന്ന് ചരട് വലിക്കുന്നുണ്ട്. കേരള രാഷ്ട്രീയത്തിൽ ഇതേക്കുറിച്ച് കൃത്യമായ വിശകലനം ആരും നടത്തി കാണുന്നില്ല. ഒരു മാധ്യമങ്ങളും ഇതേക്കുറിച്ച് സംസാരിക്കുന്നില്ല, ഇതേക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല. രാഹുലിൻ്റെ ഈ ഒരു ചിന്താഗതി അത് സത്യത്തിൽ കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളൊന്നും വേണ്ടത്ര ഗൗരവത്തിൽ പരിഗണിച്ചില്ല. അവരിപ്പോഴും രാഹുലിനെ ഒരു പപ്പുവായിട്ടാണ് ഗണിക്കുന്നത്. അങ്ങനെ അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രാഹുൽ വളരെ അളന്നുകുറിച്ചാണിത് പറഞ്ഞത്. അങ്ങനെ പറയാൻ രാഹുലിനെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം പിന്നിലുണ്ടായിരിക്കുന്നു എന്ന് തന്നെ തിരിച്ചറിയണം. അത് ഞാൻ എടുത്തു പറയുന്നു. കോൺഗ്രസ് നേതാക്കളാരും തന്നെയല്ല, മറിച്ച് അത് മത നേതൃത്വമാണ് എന്നാണ് ഞാൻ പറയുന്നത്. ഇവിടെ വളരെ കൃത്യമായിട്ട് രമേശ് ചെന്നിത്തലയോ വി.ഡി. സതീശനോ കുറെ കൂടി ആഴത്തിൽ, കുറെ കൂടി നീട്ടിപ്പരത്തി പറഞ്ഞാൽ ഒരു ഹിന്ദു മുഖ്യമന്ത്രി കേരളത്തിന് കോൺഗ്രസിൽ നിന്ന് വേണ്ട എന്ന് ചിലരൊക്കെ താല്പര്യപ്പെടുന്നതായിട്ട് തോന്നുന്നു. നമുക്ക് ആരെയും കുറ്റം പറയാൻ ഇക്കാര്യത്തിൽ സാധിക്കില്ല. പലർക്കും പല താല്പര്യങ്ങളും ഉണ്ടാകും. അതായത് കെ കരുണാകരനായിരുന്നു കേരളത്തിൽ അവസാനത്തെ കോൺഗ്രസിൽ നിന്നുള്ള ഒരു ഹിന്ദു മുഖ്യമന്ത്രി. പിന്നീട് എ.കെ. ആൻ്റണി വന്നു, ഉമ്മൻചാണ്ടി വന്നു. ഉമ്മൻചാണ്ടി തന്നെ 2011 എത്തി. അതിനുശേഷം നമ്മുടെ ഈ പറയുന്നത് പോലെ ഒരു ഹിന്ദു മുഖ്യമന്ത്രി കോൺഗ്രസിൽ നിന്ന് ഉണ്ടായിട്ടില്ല. അപ്പോൾ കോൺഗ്രസിൻ്റെ ചരട് ആരുടെയോ കയ്യിൽ വളരെ ഭദ്രമായിട്ട്, വളരെ മുറുകെ പിടിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിതിൽ നിന്ന് പറയാൻ കഴിയുന്നത്. എന്തായാലും ഈ പറഞ്ഞതുപോലെ മുമ്പൊരിക്കൽ ഞാൻ ഈ വിഷയം ചർച്ച ചെയ്തതാണ്. കേരളത്തിൽ ഒരു പക്ഷേ പ്രിയങ്ക മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുണ്ട് എന്ന് പോലും അന്ന് ഈ വിഷയത്തെ അധികരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു. ഇന്നിപ്പോൾ ഞാനത് ആവർത്തിക്കുന്നു. അങ്ങനെ പ്രിയങ്കയെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാക്കാൻ കൃത്യമായ ഒരു ചരടുവലി ചില മത നേതൃത്വങ്ങളിൽ നിന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ആ ചരടിൻ്റെ അങ്ങറ്റം ഡൽഹിയിലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇരുന്ന് ആ ചരട് കൃത്യമായിട്ട് വലിച്ചാൽ ഡൽഹിയിൽ മണി മുഴങ്ങും. അങ്ങനെ കൃത്യമായി മണി മുഴക്കി പ്രിയങ്കയെ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് മുഖ്യമന്ത്രിയാക്കാൻ ആരൊക്കെയോ താല്പര്യപ്പെടുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് ശേഷം ഇക്കാര്യത്തിൽ വലിയ ചർച്ചകൾ നടക്കും, വലിയ കോലാഹലങ്ങൾ ഉണ്ടാകും എന്ന് തീർച്ചയാണ്. കേരളത്തിലെ കോൺഗ്രസിനെ ഒരു പക്ഷേ പിളർപ്പിലേക്ക് പോലും നയിക്കാൻ കഴിയുന്ന കരുത്ത് ഈ വിവാദത്തിന് ഉണ്ട് എന്നുകൂടി ഞാൻ ഇവിടെ പറഞ്ഞു വയ്ക്കുകയാണ്. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.